കർത്താവെ, ഈ കുഞ്ഞുങ്ങൾ മുഖാന്തരം ഇടയാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകലം പരിശുദ്ധാത്മാവൻ ദൈവമേ അങ്ങ് ഏറ്റെടുത്ത് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. വചനം ഷെയർ ചെയ്യാനായി ഇലിയാസ് പാസ്റ്ററെ ക്ഷണിക്കുന്നു. കൈയടിച്ച് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. താങ്ക് യു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യം, ബൈബിളിൽ ജെനസിസ് തൊട്ട് റെവലേഷൻ വരെ എടുക്കുകയാണെങ്കിൽ 9 ഉടമ്പടി, 9 കവനൻസ് ആണ് മനുഷ്യനുമായിട്ട് ദൈവം ചെയ്ത പ്രോമിസസ്. ഏറ്റവും വലിയ പ്രോമിസസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞാടിനെ മുറിച്ച രക്തത്താൽ സീൽ ചെയ്ത ഒരു ഉടമ്പടി, പുതിയ ഉടമ്പടി. അപ്പൊ ദൈവം എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഇത്രയും വലിയൊരു ദൈവം, സർവത്തെയും സൃഷ്ടിച്ച ദൈവം. കണ്ണുകളടച്ച് ആ ദൈവത്തിലോട്ട് നോക്കാം. ഉന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, യേശു മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, യേശു മാത്രമെൻ ദൈവമെന്നും. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായി ഒന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. യേശുവേ, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, യേശു മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, യേശു മാത്രമെൻ ദൈവമെന്നും. So the first covenant, ഒന്നാമത്തെ ഉടമ്പടി, ജെനസിസ് 2-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ
ആമേൻ. ഒന്നാമത്തെ ഉടമ്പടി ഏദൻ തോട്ടത്തിലായിരുന്നു. അതനുസരിച്ച് ദൈവം മനുഷ്യന് അധികാരം കൊടുക്കുക, റൂൾ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ദൈവമാണെങ്കിലും ഭൂമിക്കുള്ള അധികാരം കൊടുത്തത് മനുഷ്യന്. സങ്കീർത്തനം 115:16 വാക്യത്തിൽ പറയുന്നത്, The heaven belongs to the Lord, but the earth he has given to the Son of Man. മലയാളത്തിൽ വായിച്ചു. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു. അപ്പൊ ഭൂമിയെ ആർക്കാ തന്നത്? മനുഷ്യർ. സോ ഭൂമിയിൽ ഉള്ളതിന് സർവ്വതിൻ്റെയും അധികാരം തന്നത് യേശു മനുഷ്യനാ തന്നത്. മനുഷ്യനോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നീ ഈ മരത്തിൽ നിന്ന് ഉള്ള ഫലം തിന്നരുത്. അത് തിന്നാൽ തിന്നുന്ന അന്ന് നീ മരിക്കും. റോമാക്കാർക്ക് എഴുതിയ 5-12 വാക്യം പറയുന്ന, ഒരു മനുഷ്യനിൽ കൂടെ ഈ ലോകത്ത് പാപം വന്നു. ഞാൻ വായിച്ചത് 5:12. ഏക മനുഷ്യനാൽ പാപം വന്നു. അപ്പം പിശാചിനാലല്ല പാപം വന്നു. ശ്രദ്ധിക്കണേ, നമ്മളവർക്ക് എല്ലാം പിശാചിൻ്റെ പുറത്ത് അങ്ങ് ഇടും. അവൻ ടെംപ്റ്റ് ചെയ്യാൻ അവനുണ്ടെങ്കിലും മനുഷ്യനാണ് പാപത്തെ ഈ ലോകത്തിലോട്ട് കൊണ്ടുവന്നതും മരണത്തെ കൊണ്ടുവന്നതും ദൈവമല്ല, മനുഷ്യനാണ്. ഒന്നുകൂടെ വായിച്ച് പെതിയെ എല്ലാം നല്ല ചവച്ച് തിന്നാം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിൽ കടന്നത്. അധികാരം, സർവ്വ അധികാരവും തന്നിട്ട് മനുഷ്യന്റെ പാപത്താൽ. നമ്മൾ പാപം ചെയ്യാതെ അന്ധകാര ശക്തികൾക്ക് നമ്മളുടെ മേൽ ഒരു അധികാരമില്ല. പാപം ചെയ്യുമ്പോഴാണ് അവന് അധികാരം വരുന്നത്. ആ പാപം ചെയ്യുന്ന തീരുമാനം എടുക്കുന്നതിന് റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ എടുക്കണം. മാനസാന്തരം എന്ന് പറയുന്നത് പാപം ചെയ്തിട്ട് ദൈവത്തോട് കർത്താവെ ക്ഷമിക്കുക എന്ന് പറയുന്നതാണ്. അതാണ് മാനസാന്തരം. അപ്പോൾ ഏക മനുഷ്യൻ, ആദ്യത്തെ കവനന്റ് കർത്താവ് പറയാ, ഈ ഭൂമി എല്ലാം നിനക്ക് ഞാൻ തന്നിരിക്കുന്നു അധികാരം. അവിടെ പാപം ചെയ്ത് മരണം. ഫസ്റ്റ് കവനന്റ് അവിടെ ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്തോണ്ട് ദൈവത്തിന് പിന്നെ സ്നേഹം. ആദം, എവിടെ നീ അവനെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ അന്ന് ഫസ്റ്റ് കവനം ചെയ്യുന്നതിന് മുമ്പ് വസ്ത്രങ്ങളൊന്നുമില്ല. ദൈവത്തിൻ്റെ മഹത്വമാണ് അവിടെ വസ്ത്രം. ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് പ്രൂഫ് പോലെ. എന്താത്? ബുള്ളറ്റ് പ്രൂഫ് പോലെ. ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നിനും, ഒരു കൊതുകിനടിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അസുഖങ്ങൾ വരത്തില്ല. ദൈവമഹത്വം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഞങ്ങളുടെ ചർച്ചിൽ ഒരു എൽഡറിൻ്റെ വൈഫ് കുറേ പേരെ കൂട്ടി ഒരു മീറ്റിംഗ് നടത്തുമായിരുന്നു. ആർക്കെതിരെ? പാസ്റ്ററിനെതിരെ. ഇത് ഞാൻ അറിയുന്നില്ല. ഇവർ മീറ്റിംഗ് കൂടി ഒരു 11th ഫ്ലോർ ബിൽഡിങ്ങിൽ മീറ്റിംഗ് കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ഈ എൽഡറിൻ്റെ വൈഫിന് ഭൂതം പിടിച്ചു. അവള് നല്ല ഇത്രയും തടിയുണ്ട് അവർക്ക്. അവർ ഇങ്ങനെ ആടാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് എന്തോ പ്രശ്നമാണല്ലോ. അവർ ഫുജേരയിലുള്ള വേറൊരു നല്ലൊരു ദൈവദാസിയുണ്ട്, ഡോക്ടർ സൂനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് സിസ്റ്ററിന് ഇങ്ങനെ, അപ്പോൾ സിസ്റ്റർ ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യും, ഇതങ്ങോട്ട് മാറുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഏത് ചർച്ച? അത് എലിയാസ് പാസ്റ്ററിൻ്റെ ചർച്ചിലെ മെമ്പേഴ്സാണ് ഞങ്ങൾ. എലിയാസ് പാസ്റ്റർ ഭൂതങ്ങളെ പുറത്താക്കാൻ മിടുക്കനാണല്ലോ, നിങ്ങൾ ഈ പാസ്റ്ററിനെ വിളിക്കുക. അയ്യോ അല്ല, നിങ്ങൾക്ക് അധികാരം അങ്ങനെ. ഒരു ചർച്ചിലെ പാസ്റ്ററുണ്ട്, പാസ്റ്ററിനാണ് അധികാരം. അപ്പം നിങ്ങൾ പാസ്റ്ററിനെ വിളിക്കുക. ഇപ്പം അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. അവരെൻ്റെ ഒക്കെ വിളിച്ചിട്ട് ഒന്ന്, പാസ്റ്ററെ നമ്മുടെ ഒരു സിസ്റ്റർ ഇങ്ങനെ ഭൂതാളിയിരിക്കുക, ഓടി വന്നു. ഞാൻ അവിടുന്ന് ഓടി വണ്ടിയെടുത്ത് ആ ബിൽഡിങ്ങിൻ്റെ താഴെ പോയി.
ഗ്രൗണ്ട് ഫ്ലോർ എത്തിയപ്പോഴേ ഈ സ്ത്രീ അവിടെ നിന്ന് പറഞ്ഞു, എലിയാസ് ഈസ് കമ്മിങ്, ഐ കിൽ ഹിം. ഞാൻ ബിൽഡിങ്ങിൻ്റെ 11th ഫ്ലോറിലെത്തി ബെല്ലടിച്ചപ്പം അവർ ഓടി വന്നിട്ട് പറഞ്ഞു, ഹിൽ കിൽ യു, ഷിൽ കിൽ യു. നോ പ്രോബ്ലം. ഞാൻ അങ്ങോട്ട് പോയി, മുന്നിൽ പോയി, വാട്ട്സ് എ പ്രോബ്ലം എന്ന് ചോദിച്ചു. അവരെൻ്റെ കോളറിൽ പിടിച്ച് ഇങ്ങനെ അങ്ങ് പൊക്കി. സത്യമായിട്ട് പറയാം, എൻ്റെ ജീവൻ പോയി, എൻ്റെ കാലെല്ലാം വിറയ്ക്കാൻ തുടങ്ങി. ഇതുപോലത്തെ ഒരു ഭൂതത്തിനെ കണ്ടിട്ടില്ല. ഇങ്ങനെ അങ്ങ് എന്നെ പൊക്കി. ഒരു വിധത്തിൽ അവിടെ നിന്ന് ചാടി ഇറങ്ങി ഒരു മൂലയിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പം കർത്താവിനോട് ചോദിച്ചു, നീ ആരുടെ ശക്തിയിലാണ് പോയത്? എലിയാസിൻ്റെ ശക്തിയിലാണ്? നീ എൻ്റെ പേരിൽ പോ. അന്ന് തൊട്ട് ഞാൻ എവിടെ പോയാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഇറ്റ്സ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ഹു ലിവ്സ് ഇൻ മീ. ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. The life that I now live in this flesh, I live by faith in the Son of God. എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് യേശുവാണ്, ഞാനല്ല. എന്നിൽ വസിക്കുന്നത് യേശുവാണ്. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കുറച്ച് ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ച് തിരിച്ച് ആ സ്ത്രീയുടെ അടുക്ക് പോയി. അവരെന്നെ അടിക്കാൻ വരുവാണ്. ഇങ്ങനെ അടിക്കാൻ വന്നിട്ട് എൻ്റെ ഒരു കവറിങ് പോലെ ഈ അടുത്തെത്തുമ്പം കൈ ഇങ്ങനെ തളർന്നു പോകും, ഇങ്ങനെ ഒരു ടക്കെന്ന് പോകും. അപ്പം എനിക്കിത് കാണാം. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം എൻ്റെയും നിങ്ങളുടെയും ചുറ്റേ വന്നു കഴിയുമ്പോൾ അതിനൊരു പ്രൊട്ടക്ഷനുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈ ദൈവമഹത്വത്തിലിരുന്ന ആദമിന് ഡ്രസ്സ് പോലും വേണ്ട. പക്ഷെ ദൈവമഹത്വമാണ് അവരുടെ ഡ്രസ്സ്, ആ വെളിച്ചമാണ് ഡ്രസ്സ്. അങ്ങനെ പാപം ചെയ്യുന്നപ്പം ഈ മഹത്വം പോയി, ദൈവമഹത്വം പോയി. ഞാൻ നഗ്നനാ, ഐ ആം നേക്കഡ്. ആര് പറഞ്ഞു? പാപം ചെയ്തുകൊണ്ട്. അങ്ങനെ ദൈവം രണ്ടാമത്തെ ഉടമ്പടി ചെയ്യുന്നു. അവരൊരു കുഞ്ഞാടിനെ അറുത്ത് രക്തം ചിന്തി ആ രക്തത്തിൻ്റെ തൊലിയെടുത്ത് മനുഷ്യന് കൊടുക്കുന്നു, ഡ്രസ്സായിട്ട്, ദൈവമഹത്വത്തിനെ കവർ ചെയ്യാൻ. രണ്ടാമത്തെ ഉടമ്പടി ജെനസിസ് 3:15-16. ആമേൻ. രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ റെഡീം ചെയ്യാൻ പോകും. പിശാചിനോട് പറഞ്ഞു, നിനക്കും സ്ത്രീയുടെ സന്ധിക്കും ഒരു ശത്രുത ഉണ്ടാവും. ആ സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ തന്നെ യേശുവിനെ കുറിച്ച് ഒരു റെവലേഷൻ അവിടെ തന്നെ തരുക. രണ്ടാമത്തെ കവനന്റ് എന്ന റെഡീം, നമ്മളെ വീണ്ടെടുക്കുക. അതാണ് ദൈവത്തിൻ്റെ ആ നഷ്ടപ്പെട്ടു പോയ ആ അധികാരം തിരിച്ച് നമുക്ക് തരണം. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പിന്നെയും പാപം ചെയ്യാൻ തുടങ്ങി. പാപം എന്ന് പറഞ്ഞാൽ പാപം അങ്ങ് പെരുകി ദൈവം, ഞാൻ എന്തിനു മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പോലും ദൈവം ചിന്തിക്കാൻ തുടങ്ങി. അതുപോലെ പാപം, ഇന്നത്തെ പോലെ സോദോം ആൻഡ് ഗൊമോറ, തിന്നുക, കുടിക്കുക, ഏറ്റവും നീചമായ സെക്ഷൽ ഇമ്മോറാലിറ്റിയിൽ ഇടപെടുക, ഹോമോസെക്ഷുവാലിറ്റി, ലെസ്ബിയനിസം. ഇന്ന് USA, കാനഡ, UK നടക്കുന്നത് സോദോം ആൻഡ് ഗൊമോറ. നമ്മളൊക്കെ അയ്യോ, ഞാനെൻ്റെ മക്കളെയൊക്കെ അയച്ചിട്ട് എൻ്റെ പ്രാർത്ഥന ആ മക്കളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന്.
ഗവൺമെൻറ്റാണ് റൂൾ പാസ്സാക്കിയിരിക്കുന്നത്. എന്ത് സെക്സ് അവർ ഏറ്റെടുക്കണമെന്നുള്ളത് പിള്ളേരുടെ തീരുമാനമാണ്. 5 വയസ്സുള്ളപ്പോഴേ അവരെ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ കാണുന്ന അത് ഏറ്റവും നോഹയുടെ സമയം പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ വേൾഡ് മുഴുക്കെ. യേശുക്രിസ്തു വരാറായി, വീണ്ടും വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യനെ കണ്ടു, നോഹ. മൂന്നാമത്തെ ഉടമ്പടി നോഹയുമായിട്ടായിരുന്നു. ജെനസിസ് 9:11. ആ ആ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ട് പറയുവാണ്, ഞാൻ ഇനിയും ജലത്താൽ ഈ ഭൂമിയെയും ഈ ഭൂമിയിലുള്ള മൃഗങ്ങളെയും ഒന്നിനെ ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല, എല്ലാം പൂർണ്ണമായിട്ട്. അടുത്ത വലിയ നഷ്ടം വരാൻ പോകുന്ന ജലത്താലല്ല, തീയാല. അവിടെ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ട് റെയിൻബോ ആയിരുന്നു അതിൻ്റെ സൈൻ. അങ്ങനെ നോഹയുടെ കൂടെ ആ പെട്ടകത്തിൽ കയറിയ എല്ലാവരെയും ദൈവം രക്ഷിക്കുക. ഒരു രക്ഷയുടെ, റെസ്റ്റോറേഷൻ്റെ ഉടമ്പടി. പിന്നെ മനുഷ്യൻ പാപം ചെയ്യാൻ തുടങ്ങി, റിബൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത് അടുത്ത ഉടമ്പടി, എബ്രഹാമിക് കവനന്റ്, ദ 4th കവനന്റ്. ജെനസിസ് 12:1-3 വരെ, ജെനസിസ് 15:18-21 വരെ. അവിടെ ഗോസ്പൽ വരുക, ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും, ഞാൻ വീണ്ടെടുക്കും. ഒറ്റ മനുഷ്യനിൽ കൂടെ ഒരു ഉടമ്പടി ചെയ്യുവാണ്. അതിൻ്റെ ഉടമ്പടിയുടെ ഫലമാണ് ഈ ദുബായിൽ ഇന്നും നമ്മളിരിക്കുന്നത്. അബ്രഹാമിൻ്റെ ഇസ്മായിൽ വഴി വന്ന മക്കളുടെ ഒരനുഗ്രഹമാണ് ഓയിൽ. എന്നാൽ അതിൽ ജയിച്ചു നിൽക്കാൻ പോകുന്നത് ഇസ്രായേലാണ്. ഇസ്രായേൽ അബ്രഹാമിൻ്റെ ഉടമ്പടിയുടെ അനുസരിച്ചാണ്. 4ാമത്തെ ഉടമ്പടി ജെനസിസ് 15. ആ ആ ദേശം കൊടുക്കുക. നിന്നെ അനുഗ്രഹിക്കുന്ന, those who bless you will be blessed, those who curse you will be cursed. 4ാമത്തെ അബ്രഹാമിക് കവനന്റ്. കർത്താവ് പിന്നെ മനുഷ്യനോട് സ്നേഹം കാണിക്കുക. അഞ്ചാമത്തെ ഉടമ്പടി. അങ്ങനെ പെരുകി, ഇസ്രായേൽ പെരുകി, അബ്രഹാമിൻ്റെ സന്തതികൾ അങ്ങനെ വളരാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മറ്റുള്ള രാജ്യങ്ങളെപ്പോലെ ഒരു രാജാവിനെ വേണം, നിയമങ്ങൾ വേണം. ഭയങ്കര നിർബന്ധം. എല്ലാ ഇടത്തും രാജാക്കന്മാരുണ്ട്, ഞങ്ങൾക്ക് പ്രവാചകന്മാരും ജഡ്ജസ്മേ ഉള്ളൂ, ഞങ്ങൾക്ക് രാജാക്കന്മാരില്ല. അപ്പം ദൈവം പറഞ്ഞു, ഓക്കെ, ഞാൻ രാജാവിനെയും തരാം, നിയമങ്ങളെയും തരാം, നീ ഒന്ന് അനുസരിക്കാൻ ഒന്ന് ശ്രമിക്കുക. എക്സോഡസ് അടുത്ത ഉടമ്പടി. 5ാമത്തെ ഉടമ്പടി
എക്സോഡസ് 19. എക്സോഡസ് 20 എടുക്കാം. ആ ഓക്കെ. എക്സോഡസ് 19 17 വാക്യം ഒന്ന് വായിച്ചേ. ഓക്കെ. അവിടം തൊട്ട് മുന്നോട്ട് നോക്കുകയാണെങ്കിൽ 20 അധ്യായത്തിൽ 1 വാക്യം മുതൽ നോക്കുകയാണെങ്കിൽ 10 കൽപ്പന തരുക. പാർട്ട് ഓഫ് ദ കവനൻറ്റ്. ഈ 10 കമാൻഡ്മെൻറ്റ്സ് ആണ് ആർക്ക് ഓഫ് ദ കവനൻറ്റിൽ എഴുതി വച്ചിരിക്കുന്ന ഈ 10 കൽപ്പന. 10 കൽപ്പന ചുരുക്കമായിട്ടൊന്ന് വായിച്ച്. 20 അധ്യായം. ഒന്നാമത്തെ കവനൻറ്റ്, ഒന്നാമത്തെ നിയമം. ഈ കവനൻറ്റിൻ്റെ നിയമം, ഒന്നാമത്തെ നിയമം ഞാനല്ലാതെ. 4 വാക്യം, വിഗ്രഹം ഉണ്ടാക്കരുത്. 7 വാക്യം. അത് 3-ാമത്തെ കവനൻ. 4-ാമത്തേത് 8 വാക്യം. ഓക്കെ. 5-ാമത് 12 വാക്യം. ഇപ്പം ഈ 5 കൽപ്പന ഒറ്റ കൽപ്പനയാണ് ആക്ച്വലി. ദൈവമായ നിൻ്റെ ദൈവത്തെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുക. അടുത്ത 5 കമാൻഡ്മെൻറ്റ്സ്, ആ കവനൻറ്റിൻ്റെ കമാൻഡ്മെൻറ്റ്സ് ആണ്. അടുത്ത 5 വായിച്ച്. കൊല ചെയ്യരുത്. 2-ാമത്തെ വ്യഭിചാരം ചെയ്യരുത്. മോഷ്ടിക്കരുത്. കള്ളം പറയരുത്. ആൻഡ് 5-ാമത്തെ 17 വാക്യം. ആമേൻ. അത് മനുഷ്യനിത് അനുസരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ദൈവം ഉണ്ടാക്കിയ ആ കവനന്റിനെ നമ്മൾ പൊട്ടിക്കുക. ഒരു രാജാവിനെ ആക്കി ആ രാജാവും പൊട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവം അടുത്ത കവനന്റിന്, അടുത്ത ഉടമ്പടിക്ക് പ്രിപ്പയർ ആവുക. ദാവീദാണ് 6-ാമത്തെ കവനന്റ്. ദാവീദുമായിട്ടുള്ള കവനന്റിൽ കർത്താവ് പറയുന്നത്, ഞാൻ വീണ്ടും ഒരു രാജാവ് വഴി സ്വർഗരാജ്യം കൊണ്ടുവന്ന് റെയിൻ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 സാമുവേൽ 7-ാം അധ്യായം എടുത്ത്. അല്ല 2 സാമുവേൽ അല്ലേ ഇത്? 2 സാമുവേൽ 7 വായിച്ചേ. 7 8 മുതലുള്ള വാക്യം.
സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേലിന്മേൽ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്തിൽ നിന്ന് ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേര് പോലെ ഞാൻ നിന്റെ പേര് വലുതാക്കും. ഞാൻ എന്റെ ജനമായ ഇസ്രായേലിന് ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്തിൽ പാർത്ത് അവിടെ നിന്ന് ഇളകാതിരിക്കത്തക്കവണ്ണം അവരെ നടുകയും ചെയ്യും. പണ്ടത്തെ പോലെയും എന്റെ ജനമായ ഇസ്രായേലിൽ ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കിയ കാലത്തെ പോലെയും ഇനി ദുഷ്ടന്മാർ അവരെ പീഡിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്ക് ഒരു ഗൃഹമുണ്ടാക്കുമെന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോട് കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എന്റെ നാമത്തിന്റെ ഒരാലയം പണിയും. ഞാൻ അവന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടികൊണ്ടും. അപ്പൊ ഒരു ഉടമ്പടി ചെയ്യുക. ഇവിടെ നിന്റെ സന്തതിയെ ഞാൻ രാജാതിരാജനാക്കും. നിന്റെ സന്തതിയെ നീ കുറ്റം ചെയ്ത് അവനെ ശിക്ഷിക്കും. ഇരുന്നാലും വായിച്ചത് കൃത്യമായിട്ട് അത് കവനന്റാണ്. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടികൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടികൊണ്ടും ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിൽ നിന്ന് ഞാൻ എന്റെ ദയ നീക്കിയതുപോലെ അത് അവനിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എന്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. അപ്പൊ ദാവീദിനോട് അവിടെ പറയുവാണ്, എൻ്റെ ദയ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നീ കുറ്റം ചെയ്താൽ ഞാൻ ശിക്ഷിക്കും മനുഷ്യൻ്റെ വടിയാൽ. അവിടെ കാണുന്ന ദൈവത്തിൻ്റെ ആ വലിയ ക്ഷമിക്കുന്ന സ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം. യേശുക്രിസ്തു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുതിയ ഉടമ്പടി ആണ് അടുത്ത ഉടമ്പടി. അതുണ്ടാകുമ്പോഴത്തേക്ക് ദൈവം പറഞ്ഞ് ഞാനൊരു രാജാവിനെ കൊടുത്ത് തിരിച്ച് അധികാരമെല്ലാം ഈ രാജാവിന് കൊടുക്കും. ഹി വിൽ റെയിൻ. ഇപ്പോൾ പുതിയ നിയമം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പുതിയ നിയമത്തിൻ്റെ 1-ാം അധ്യായം, മത്തായി സുവിശേഷം 1-ാം അധ്യായം എന്ന് വായിച്ച് 1-ാം വാക്യം. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തു മതി. ഇപ്പൊ 2 ഉടമ്പടി ഞാൻ ചെയ്തു. ഒന്ന് അബ്രഹാമുമായിട്ട്, ഒന്ന് ദാവീദുമായിട്ട്. ഈ 2 പേരുടെയും പുത്രനായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു വന്നത് ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കാനായിട്ട്. ജെറമിയ 31 തന്നെ അത് പ്രവചിച്ചിരുന്നു. ജെറമിയ 31 മുതൽ 34-ാം വാക്യം. പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. അത് ഏതപ്പോഴാ? യേശു ക്രിസ്തു വന്നപ്പോൾ. ആ പുതിയ നിയമത്തിനെ കുറിച്ച് 31 ഒന്ന് മുന്നോട്ട് വായിച്ചേ. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കും. എങ്ങനെ? പരിശുദ്ധാത്മാവ് വഴി. നമ്മളൊരു തെറ്റ് ചെയ്താൽ ഉടനെ നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ ഉണർത്തി പറയും അത് തെറ്റ്. എൻ്റെ നിയമത്തെ ഞാൻ മനുഷ്യരുടെ ഉള്ളിലിടും. ഈ കോൺഷ്യൻസിനകത്ത് ഈ മനുഷ്യരുടെ ഉള്ളിൽ ഇട്ടത് എല്ലാ മനുഷ്യരിലും ഉണ്ട്. ഇത് മുസ്ലിംസിലും ഉണ്ട്. എല്ലാവരിലും കർത്താവ് ഇട്ട് കഴിഞ്ഞു.
പ്രത്യേകമായിട്ട് നമ്മൾ ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ ഇതങ്ങ് ശരിക്കും ഉണരും. നമുക്കൊരു തെറ്റ് ചെയ്യുമ്പോൾ എത്ര പേർക്കറിയാം ഇത് തെറ്റാന്ന്? വെറുതെ ഒന്ന് ദേഷ്യപ്പെടുമ്പോൾ അറിയാം ഇത് തെറ്റാന്നറിയാം. വായിച്ച മുന്നോട്ട്. ഇവിടെ പുതിയ നിയമത്തിൽ വരുമ്പം കർത്താവിൻ്റെ ശരിക്കുള്ള ഉദ്ദേശം, ഒരു നിയമത്തിൻ്റെ, ഒരു ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് വേണം. ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴും അത് തന്നെയാണ്. ത്രൂ ഔട്ട് ദ ബൈബിൾ ദൈവം ഒറ്റ കാര്യം ആഗ്രഹിക്കുന്നുള്ളൂ, ഞാനും എൻ്റെ മക്കളും തമ്മിൽ നല്ല ഒരു റിലേഷൻഷിപ്പ് വേണം. ആരും പറഞ്ഞു തരണ്ട ഇതാണ് ദൈവം എന്ന്, അവർക്ക് തന്നെ മനസ്സിലാവും. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം. ഇതാണ് പുതിയ ഉടമ്പടിയുടെ മുപ്പത്തിരണ്ട് മുതൽ വായിച്ച്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ. ഇപ്പം അവിടെ 2 കമാൻഡ്മെൻറ്റ്സും ഉണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. പഴയ നിയമത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കാൻ ഞാൻ നിങ്ങൾക്ക് കൽപ്പന തന്നു, അത് നിങ്ങൾക്ക് കഴിയത്തില്ല. നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട എൻ്റെ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ. ഇപ്പം ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ സ്നേഹിച്ചു. നിയമങ്ങളല്ല. ഈ ക്രിസ്ത്യാനിറ്റി ഒരു നിയമത്തിൻ്റെ റിലിജനല്ല. നമ്മൾ റിലിജൻ ആയിക്കൊണ്ടിരിക്കുക. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള സ്നേഹം റിസീവ് ചെയ്തിട്ട് ദൈവത്തെ സ്നേഹിക്കുകയും മനുഷ്യരെയും സ്നേഹിക്കുന്നതാണ് ക്രിസ്ത്യാനിറ്റി. അതാണ് പുതിയ ഉടമ്പടി. നമ്മളിപ്പോഴും ചിലപ്പം പഴയതിലോട്ട് അങ്ങ് പോകും. പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹം എത്രമാത്രം നമ്മൾ റിസീവ് ചെയ്യുന്നു അത്രമാത്രം ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുവാനും കഴിയും, മനുഷ്യരെയും സ്നേഹിക്കുവാൻ കഴിയും, എല്ലാ നിയമങ്ങളെയും അനുസരിക്കുവാനും കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെയും ദൈവം കാണിക്കുന്ന ആ കരുണ, നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ ഞാൻ ആ കഴിവ് തരാം. എന്നെ സ്നേഹിക്കുവാനും മനുഷ്യരെ സ്നേഹിക്കുവാനുള്ള കഴിവ് ഞാൻ തരാം. എത്രമാത്രം ഒരു മനുഷ്യന് ആ ഒരു ബോധ്യം കിട്ടി, എന്നെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള ബോധ്യം കിട്ടുമ്പോൾ നമ്മൾ പാപത്തിൽ നിന്ന് അകലും. പ്രൈസ് ദി ലോർഡ്. അതാണ് ആ പുതിയ ഉടമ്പടിയുടെ സത്ത്. പിന്നെ പുതിയ ഉടമ്പടി പറയുന്നത്, ഞാൻ നിങ്ങളുടെ പാപത്തെ ചിന്തിക്കത്ത് പോലുമില്ല. I'll remember your sins no more. Praise the Lord. I will remember your sins no more. ഒറ്റ കാര്യമുള്ളൂ, അങ്ങനെ ഞാൻ ചെയ്തു കഴിയുമ്പം you should not remember the sins of your brothers. Praise the Lord. Hallelujah. Hallelujah. അവിടെയും കാണുന്ന ദൈവത്തിൻ്റെ ആ കരുണയും സ്നേഹവും
മനുഷ്യനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അങ്ങ് സ്ട്രോങ് ആക്കുവാനായിട്ട് ദൈവം എന്തൊക്കെ ചെയ്യണോ സ്വന്തം പുത്രനെ അങ്ങ് അയക്കും മനുഷ്യനെ സ്നേഹിക്കാനായിട്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു കവനൻ്റ് കൂടെ ഉണ്ട്, അതിൻ്റെ പേരാണ് എവർലാസ്റ്റിംഗ് കവനൻ്റ്. ശ്രദ്ധിച്ച് കേൾക്കണേ, പുതിയ നിയമത്തിൻ്റെ പാർട്ടാണത്. എസേക്കിയേൽ 16:60 മുതൽ 63 വരെ. എസേക്കിയേൽ 16:60 മുതൽ 63 വരെ. ഒരു എവർലാസ്റ്റിംഗ് ശാശ്വത നിയമം, എവർലാസ്റ്റിംഗ് കവനന്റ് ഞാൻ നിന്നോട് ചെയ്യും. വായിച്ചേ. ഞാൻ നീ ചെയ്തതൊക്കെ നിന്നോട് ഞാൻ ക്ഷമിക്കുമ്പോൾ The everlasting covenant. അവിടെ I will remember your sins no more. I'll make an everlasting covenant with you. Revelations 24 മുതൽ 6 വരെ. Revelations 24 മുതൽ 6 വരെ. ആയിരം ആണ്ട് ഇന്ന് ഇറാനിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും നടക്കുന്ന കാര്യങ്ങളാണ്. യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവരുടെ തല വെട്ടും. എന്താ അങ്ങനെ വെട്ടിയവരുടെ കാര്യമാണ് പറയുന്നത്. അവർ യേശുവിൻ്റെ കൂടെ പിന്നെ ഈ ഭൂമിയിൽ റൂൾ ചെയ്യും. ഇപ്പം ദൈവം തുടങ്ങിയത് മനുഷ്യനോട് പറയുക, ഞാൻ നിനക്ക് ഈ ഭൂമിയെ തരാം, നീ ഭൂമിയിൽ വാഴും. ലാസ്റ്റ് പറയുന്ന എവർലാസ്റ്റിംഗ് കവനന്റ്, യേശു ക്രിസ്തു തിരിച്ചു വരും. യേശു ക്രിസ്തുവിന് വേണ്ടി, യേശു ക്രിസ്തുവിൻ്റെ വേണ്ടി സാക്ഷികളായി നിൽക്കുന്നവരെ ഈ ഭൂമിയിൽ 1000 ആണ്ട് 1000 ആണ്ട് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ, ഞാനായിരിക്കും ഷെയ്ഖ് മുഹമ്മദ്, നിങ്ങളായിരിക്കും. ഈ ഭൂമിയിൽ നമ്മൾ വീണ്ടും വാഴുന്നു. സ്വർഗം ഇവിടെ. ആദ്യത്തെ ഒരു 1000 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലോങ്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ ഉടമ്പടി ചെയ്ത് നമുക്കൊരു ചുമതലയുണ്ട്. നമുക്ക് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു കല്യാണം നടക്കുമ്പോൾ ഭർത്താവിന് മാത്രമല്ല ചുമതല, ഭാര്യയ്ക്കും. രണ്ടുപേരും ചേർന്നാണ് ഒരു ഉടമ്പടി ചെയ്യേണ്ടത്. ഇപ്പം ദൈവം മനുഷ്യനോട് പറയുക, തുടക്കം തൊട്ടേ എനിക്ക് വലിയ ആഗ്രഹം, നിങ്ങളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് വേണം. നിങ്ങൾക്ക് അധികാരം ഞാൻ തരണം, പവർ തരണം, നിങ്ങളിവിടെ വാഴണം. ഇവിടുത്തെ ഇപ്പോഴത്തെ ജീവിതം എത്ര വർഷമുണ്ട്? 70 അല്ലേ? പോട്ടെ, മോശയെ പോലായ എത്ര വർഷമുണ്ട്? 120. ഞാൻ പ്രാർത്ഥിക്കുന്ന മോശയെ പോലെ കർത്താവ് നിർത്തണം. ഈ മോശയുടെ 120 ഇപ്പം എനിക്ക് 70 വയസ്സോളമായി. പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? ഇതിൽ 10 വർഷം കൂടെ ശരിക്കും നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ ഉള്ളൂ. 80 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വളരെ സ്ലോ ആണ്. ഇപ്പം തന്നെ കുറേയൊക്കെ പണ്ടൊക്കെ ചാടുമായിരുന്നു, ഇപ്പം ചാടാൻ മേല. അങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കണേ, സമയം വളരെ കുറവാണ് ഇവിടെ ഭൂമിയിൽ. എത്ര പേര് അംഗീകരിക്കുന്നു? നമുക്ക് സമയം വളരെ കുറവാണ്. നമ്മളെല്ലാ കാര്യങ്ങളും ഒത്തിരി ബിസിയാകും.
ഇനിയും ഇവിടെ വാഴാൻ പോവാ നമ്മൾ. അതായിരിക്കും മോർ ടൈം. 1000 വർഷം. ഇവിടെ 80 വർഷം അല്ലെങ്കിൽ 100 വർഷം, 120. 1000 എന്നൊരു വാക്കായിരുന്നു. വർഷങ്ങൾ നമ്മളിവിടെ യേശുവിൻ്റെ കൂടെ വാഴാൻ പോവാം. യഥാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ആ ദൈവസ്നേഹം റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ സുവിശേഷം നമ്മൾ അറിയിക്കും. സുവിശേഷം നമ്മൾ അറിയിക്കും. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഈ 9 ഉടമ്പടിയിൽ ഒറ്റ ആഗ്രഹമുള്ളൂ, ഈ മനുഷ്യനെ എല്ലാം എനിക്ക് വീണ്ടെടുക്കണം. മനുഷ്യനെ എല്ലാവരെയും ഞാൻ വീണ്ടെടുക്കണം. അതിന് സാക്ഷികളായ നമ്മൾ ഇറങ്ങണം. റോമാക്കാർക്ക് എഴുതിയ 12-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സറിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയെ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. അപ്പം ജീവനുള്ള യാഗമായിട്ട് അങ്ങ് സമർപ്പിക്കുക. കർത്താവേ, എൻ്റെ ശരീരത്തെ ഞാൻ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുക. ജീവനുള്ള യാഗം, ലിവിങ് സാക്രിഫൈസ്. സാൽവേഷൻ ഫ്രീ ആണെങ്കിലും മിനിസ്ട്രി ഫ്രീ അല്ല, അനോയിൻറ്റിങ് ഫ്രീ അല്ല, സാൽവേഷൻ ഫ്രീയാണ്. അനോയിൻറ്റിങ് വേണമെങ്കിൽ നമ്മളെ തന്നെ, നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും ഒക്കെ ദൈവത്തിന് വേണ്ടി ഒന്ന് സമർപ്പിക്കണം. സമർപ്പിച്ചിട്ട് മനുഷ്യൻ്റെ ഇഷ്ടമല്ല, ദൈവ ഇഷ്ടം ചെയ്യണം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ദൈവം അത് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഹി ഈസ് എക്സ്പെക്ടിങ് us to make a covenant. കഴിഞ്ഞ വർഷം മാർച്ചിൽ എനിക്ക് 2 ഹാർട്ട് അറ്റാക്ക് വന്നു. 2 ഹാർട്ട് അറ്റാക്കും ഫ്ലൈറ്റിലാണ്. ഇന്ന് ഞാൻ മണിപ്പാൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവരെല്ലാം അതിശയമായിട്ട് എന്നെ നോക്കുന്നത്. അയ്യോ, കാരണം ഫ്ലൈറ്റിൽ ഹാർട്ട് അറ്റാക്ക് വരിക എന്ന് പറഞ്ഞാൽ പ്രഷർ കൂടുതലാണ്. അപ്പം വേഴ്സ് ആകാൻ സാധ്യത കൂടുതലുണ്ട്. 2 ഹാർട്ട് അറ്റാക്ക് വന്നതും ഫ്ലൈറ്റിൽ. അതേ പീരീഡിൽ എൻ്റെ ബ്രദറിനും ലിവർ ഫെയിലിയർ വന്ന് 2 പേരും 2 ICUലായിരുന്നു. എൻ്റെ ബ്രദർ മരിച്ചുപോയി. എന്നെക്കാട്ടിലും 10 വയസ്സ് എളുപ്പമുള്ള എൻ്റെ ബ്രദർ, യങ്ങർ ടു മീ. ഞാൻ ജീവിച്ചു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, അതെന്താ കർത്താവേ? എനിക്ക് നിന്നോട് ഒരു ഉടമ്പടിയുണ്ട്, നീ അനുസരിക്കണം. ഇപ്പം ഞാനൊരു മാസം മിനിമം 2 മിഷൻ ഫീൽഡ്സിൽ പോകും. നമുക്കൊക്കെ സമയം എത്ര ഉണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. യെസ് ഓർ നോ? പരസ്പരം പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സമയമുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നമ്മുടെ ജോലിയും എല്ലാ തിരക്കിലും ഒക്കെ ഓടുന്നതിൻ്റെ ഇടയിൽ ദൈവം ഇങ്ങനെ ഉടമ്പടി ചെയ്ത് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ ശരീരത്തിനെ ഒന്ന് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച്, കർത്താവേ, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നമ്പർ 1, നിങ്ങൾ ദൈവത്തെ സാക്ഷി പറയണം. യു ഷാൽ ബി മൈ വിറ്റ്നസ്സസ് wherever you go. സാക്ഷി പറയണം. സുവിശേഷം പറയാൻ എല്ലാവരെയും ദൈവം ഇറക്കിയിരിക്കുക. സുവിശേഷം പറയാൻ ഒരു സ്ട്രാറ്റജി പറയട്ടെ. ഈ ചർച്ച്, ഈ ഹാളൊന്നും പോരാ പറയാൻ. എലിയാസ് പാസ്റ്റർ, ഞങ്ങൾക്ക് ഇതിൻ്റെ ഡബിൾ ഹാൾ വേണം. ഒറ്റ സ്ട്രാറ്റജി. വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുകൊണ്ട് മനുഷ്യൻ വരത്തില്ല. യേശു എന്താ ചെയ്യുന്നത് പറയട്ടെ? പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഫീൽഡിലോട്ട് അങ്ങ് ഇറങ്ങി. അപ്പം നിങ്ങളെല്ലാം, ഞാൻ ഈ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം
ക്യാമ്പിൽ പോയപ്പം ഇന്ന് ഫോർ എക്സാമ്പിൾ പുതിയ മെമ്പേഴ്സ് ഞങ്ങളുടെ ചർച്ച വരുന്നത് 133 അഡീഷണൽ മെമ്പേഴ്സ്. ഇവിടെ ഇരിക്കുന്ന ഒരു 10 പേര് ലേഡീസ് ക്യാമ്പിലും മെൻസ് ക്യാമ്പിലും ഇറങ്ങുവാണെങ്കിൽ ഈ സ്ഥലമൊന്നും നമുക്ക് പോരാ. ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്ന ഒരു ആത്മാവിനെ നേടുന്നതാണ്. ഒറ്റ ആത്മാവ്. അത് ഏറ്റവും റിച്ചായ ആത്മാവിനും പോറായ ആത്മാവിനും ഒരേ വിലയാണ് ദൈവസന്നിധിയിൽ. ആ ദൈവത്തിൻ്റെ ഉടമ്പടി ഓർത്ത് നിങ്ങളുടെ ശരീരത്തിനെ സമർപ്പിച്ച് വിറ്റ്നസ് ചെയ്യുക, പ്രാക്ടിക്കലായിട്ട് ഇറങ്ങുക. ഇവിടെ വന്ന് ഞായറാഴ്ച സെലിബ്രേഷൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ വർഷം തൊട്ട് നിങ്ങൾ വെസ്റ്റ് ബംഗാളിലുള്ള മിഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിന് ഒന്ന് കൈയടിച്ച് ദൈവത്തിൻ്റെ അടുത്ത്. നിങ്ങളുടെ ചർച്ചിലായിരിക്കുന്ന ലൂക്കോസ് ബ്രദറിനെ ഞാൻ പറഞ്ഞു, ലൂക്കോസ് ബ്രദറെ എവിടെ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ എൻറ്റയർ ടാമി മിഷൻസിൻ്റെ ഇന്ത്യയുടെ ട്രഷററായിട്ട് ഞങ്ങൾ ലൂക്കോസ് ബ്രദറിനെ ഏൽപ്പിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം. അവിടെ എൻ്റെ ആഗ്രഹം ഈ വരുന്ന 3 വർഷത്തിൽ 29 സ്റ്റേറ്റിലും പോവുക, എല്ലായിടത്തും പോയി പാസ്റ്റേഴ്സിനെയും യൂത്തിനെയും റേസ് ചെയ്ത് ഒരു 7000 ചർച്ചെങ്കിലും പ്ലാൻ ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് അടച്ച് children, close your eyes. You know, Jesus, for the new covenant, he gave his body. He said, take, eat, this is my body. He gave his blood. He gave his spirit, Holy Spirit. Everything he had, he gave. And today he's asking you, can you give your body as a living sacrifice? You don't have to die. As a living sacrifice. എൻ്റെ ശരീരത്തെ ഞാൻ ജീവനുള്ള യാഗമായിട്ട് തരുന്നു. How many of you are ready, children, to give yourself to God fully? എത്ര പേര് തയ്യാറാണ്? കണ്ണുകൾ അടച്ച് ദൈവത്തോടൊരു ഉടമ്പടി ചെയ്യുക. ദൈവം ചെയ്തു കഴിഞ്ഞു. ഹി ഹാസ് മെയ്ഡ് ദ കവനന്റ്. ഇന്ന് നമ്മളത് റിന്യൂ ചെയ്യണം. ഞാൻ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, ജീവനുള്ള യാഗമായിട്ട് ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ് സകല മനുഷ്യരും ദൈവത്തെ അറിഞ്ഞ് ദൈവസന്നിധിയിലോട്ട്, ആ റിലേഷൻഷിപ്പിലോട്ട് വരണം. ആ മിനിസ്ട്രി എല്ലാവർക്കും 2 കൊരിന്ത്യൻസ് 5-ാം അധ്യായം 18-ാം വാക്യം പറഞ്ഞ യു ആർ മിനിസ്റ്റേഴ്സ് ഓഫ് റിക്കൺസിലിയേഷൻ. യെസ് ലോർഡ്. ഞാൻ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു എന്ന് പറയുന്നവർ ഒരു നിമിഷം എണ്ണിച്ച് നിന്ന് കൈ ഉയർത്തി ദൈവത്തോടൊന്ന് സംസാരിച്ചാട്ട്. എണ്ണിച്ച് നിന്ന് കൈ ഉയർത്തി ദൈവത്തോടൊന്ന് സംസാരിച്ചിട്ട്. Children, if you're ready to surrender your bodies as living sacrifice, lift up your hands and speak to God. Speak to God. ദൈവത്തോടൊന്ന് സംസാരിച്ചാട്ട്. വാതർന്ന മുഖത്തോലോനോറോബോ ഷെലിനെരബേന്ദനെ രബേസെ ഹൈലവ ജലന റബ ഹുദേലെനെരബെ ശലന റബ തലന റബാസെ മോഷോലോനോറോബോ ഷെലിനെരബെ സെലെനെരബെ ഹുദലന റബ ശലന റബാന്ദന റബ സലന റബാന്ദന റബ. Thank you, Father. Thank you. Thank you, Father. Thank you, Lord. കർത്താവേ, ഞാൻ എൻ്റെ ശരീരത്തിനെ സമർപ്പിക്കുന്നു. ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നു. ഏറ്റുപറഞ്ഞാട്ട്. Children say, I surrender my body. Children say, I surrender my body as a living sacrifice, holy and acceptable to you.
താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കർത്താവേ, ഈ സഭയെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. I bless this church on your behalf. I release a blessing upon them. ഇന്നു മുതൽ ഒരു പുതിയ തീ ഇവിടെ കത്തട്ടെ കർത്താവ്. ഈ ശരീരങ്ങളെ അങ്ങ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആത്മാക്കളെ ഉപയോഗിക്കണമേ, ദൈവ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണമേ. ദൈവ മഹത്വം ഇവിടെ ഇറങ്ങട്ടെ കർത്താവ്. ഇവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. Thank you, Lord. Hallelujah, Lord. Hallelujah, Lord. ഇന്ന് വരെ നടന്ന എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി കർത്താവ് തീർക്കും. ദൂതന്മാരെ കർത്താവ് അയക്കുന്നു നിങ്ങൾക്ക് വേണ്ടി വഴികളെ ഒരുക്കുവാൻ. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രോമിസസ് ഒന്നൊന്നായിട്ട് നിറവേറും. കർത്താവേ, രോഗങ്ങൾ വിട്ടുപോകട്ടെ, ശരീരത്തിൽ നിന്ന് രോഗങ്ങൾ വിട്ടുപോകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കും. നടത്തിയ വഴികളിൽ നടത്തിയ വഴികൾ ഓർത്തിടുമ്പോ കരുതിയ കരുതൽ നനച്ചിടുമ്പോ നടത്തിയ വഴികൾ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നനച്ചിടുമ്പോ സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും നാവോളം ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും നാവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, യേശു മാത്രമെൻ ദൈവമെന്നും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവിക ഉടമ്പടികളെ കുറിച്ച് വീണ്ടും നമുക്കൊന്ന് അയവിറക്കുവാനൊക്കെയും ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ദൈവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം. ബർത്ത്ഡേയ്സായും വെഡിങ് ആനിവേഴ്സറിയുമായി